ലൈഫിൽ ആദ്യമായിട്ട് ടാറ്റു അടിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആരും ചോദിച്ചൊന്നുമില്ല, എന്നാലും പറഞ്ഞുതരാം. ഫ്രീ എടുത്തോ. നിങ്ങൾ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ ഒരു ഡിസൈൻ അപ്പം തന്നെ ചൂസ് ചെയ്ത് അടിക്കാതിരിക്കുക. നിങ്ങൾ കൊണ്ടുചെല്ലുന്ന ഡിസൈൻ മോശമാണെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവൻ അപ്പം തന്നെ പറഞ്ഞ് തിരുത്തി നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ച് വിടും. ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാം. ഒരുപാട് ഡീറ്റെയിൽ ഉള്ളവർക്ക് ബഡ്ജറ്റ് കുറവാണെന്നും പറഞ്ഞ് ചെറുതാക്കി ചെയ്യാതിരിക്കുക. ഐ മീൻ കുറെ ത്രികോണ എന്ന് പറഞ്ഞിരിക്കണ ഡിസൈനൊക്കെ ഉണ്ട്. അതൊക്കെ അത് ഇത്രയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് പറയാനാണ് ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞ് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യരുത്. പൈസ കൂട്ടി വെച്ചിട്ട് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യുക. അല്ലെങ്കിൽ പണി റേറ്റ് കുറവ് നോക്കി ടാറ്റു അടിക്കുന്നുണ്ടെങ്കിൽ 90% ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ പോണ ടാറ്റു ഡിസൈൻ നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ പ്ലേസ്മെന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഗ്യാസ് അടപ്പ് വീട്ടിൽ കൊണ്ടുപോയി ഹോളിൽ കൊണ്ടുപോയി വെക്കരുത്, അടുക്കളയിൽ വെക്കണം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് വേർഡ്, നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ആർട്ടിസ്റ്റിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. ഒരു അപരിചിതനായ ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് ഒരു സ്റ്റുഡിയോ ചെന്നിട്ട് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ഒരു 90% പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാനായിട്ട്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ.